ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ 8 ഡിസൈൻ ഫീച്ചേഴ്സാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് DFCA 3rd മോഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇൻ KTU MCA ഫസ്റ്റ് സെമസ്റ്റർ. ആൻഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രീവിയസ്ലി 2 ഇയേഴ്സിൽ ഇതിന് 6 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഇയറും വരാൻ ചാൻസ് ഉണ്ട്, ഇത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത് പഠിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. 6 മാർക്കാണ് വരുന്നത്. സോ ഇത് എഴുതുമ്പോൾ ആദ്യം 8 ഡിസൈൻ ഫീച്ചേഴ്സ് എന്താണ് എന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് പിന്നെ അതിന് താഴെ 8 ഡിസൈൻസ് എന്തൊക്കെയാണ് എന്ന് കൊടുക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഐക്കൺസ് ഒക്കെ വരയ്ക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐക്കൺസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഐക്കൺസ് വേണ്ട. ഐക്കൺസ് വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, പക്ഷേ അത് വരയ്ക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ഐക്കൺ വരച്ചോ അല്ലെങ്കിൽ എക്സാമ്പിൾസൊക്കെ എഴുതി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. 8 ഡിസൈൻ ഫീച്ചേഴ്സിൽ വരുന്നത്: ഫസ്റ്റ് വൺ, ഡിസൈൻ ഫോർ മൂവ്സ് സ്ലോ. സെക്കൻഡ് വൺ, യൂസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ടു സിംപ്ലിഫൈ ഡിസൈൻ. തേർഡ് വൺ, മേക്ക് ദ കോമൺ കേസ് ഫാസ്റ്റ്. ഫോർത്ത് വൺ, പെർഫോമൻസ് വിയ പാരലിസം. ഫിഫ്ത്ത് വൺ, പെർഫോമൻസ് വിയ പൈപ്പ്ലൈനിങ്. സിക്സ്ത് വൺ, പെർഫോമൻസ് വിയ പ്രഡിക്ഷൻ. സെവൻത്ത് വൺ, ഡിപ്പെൻഡബിലിറ്റി വിയ റിഡൻഡൻസി. ആൻഡ് എയ്ത്ത് വൺ, ഹൈറാർക്കി ഓഫ് മെമ്മറീസ്. ഇതാണ് 8 ഗ്രേറ്റ് ഐഡിയാസ് ദറ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ട്സ് ഹാവ് ബീൻ ഇൻവെൻറ്റഡ് ഇൻ ദ ലാസ്റ്റ് 60 ഇയേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ഡിസൈൻ. ഈ ഒരു 8 ഐഡിയാസ് ഇൻവെൻറ്റ് ചെയ്തത് 60 ഇയേഴ്സ് ബിഫോർ ആണ്. ബട്ട് ടിൽ നൗ ഈ ഒരു 8 ഐഡിയാസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കമ്പ്യൂട്ടർ സിസ്റ്റംസും മേക്ക് ചെയ്യുന്നത്. ആൻഡ് എല്ലാം വർക്ക് ചെയ്യുന്നതും ഇതിൻ്റെ കൂടുതൽ കോൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടാണ്. ഇതിലുള്ള ഫസ്റ്റ് വൺ ആണ് മൂവ്സ് ലോ. മൂവ്സ് ലോ എന്ന് പറയുന്നത് ഒരു മൂവ്സ് പെർസെപ്ഷനാണ്. ആൻഡ് ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 2 ഇയേഴ്സ് വൺസ് നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഡബിൾ ആവുമെന്ന്. ദ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഓൺ എ മൈക്രോ ചിപ്പ് ഡബിൾസ് എവറി 2 ഇയേഴ്സ്. അപ്പോൾ എല്ലാ 2 ഇയേഴ്സ് വൺസും നമ്മൾ മൈക്രോ ചിപ്പിൽ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഡബിൾ ആവും. ഇതാണ് മൂവ്സ് ലോയിൽ സ്റ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ ഡിസൈൻസിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ചേഞ്ച് ആണ്. എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് മൂവ്സ് ലോയിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ 2 ഇയേഴ്സ് വൺസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ചിപ്പിലുള്ള ട്രാൻസിസ്റ്റേഴ്സ് ഡബിൾ ആവും. ആൻഡ് ഇതിൽ യൂസ് ചെയ്യുന്ന ഐക്കൺ ഇതാണ്. ഗ്രാഫ് പോലത്തെ ഒരു സംഭവമാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഉണ്ട്. ആൻഡ് ഇത് ലീനിയർ ആയിട്ട് അപ്പ് ആൻഡ് ടു ദ റൈറ്റ് ഒരു ലൈൻ പോകുന്നുണ്ട്. ഇതാണ് മൂവ്സ് ലോയുടെ ഒരു ഐക്കൺ. ഇത് വരയ്ക്കാം. ആൻഡ് ഇതിൻ്റെ ഡെഫിനിഷനാണ്: ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഓൺ എ മൈക്രോ ചിപ്പ് ഡബിൾസ് എവറി 2 ഇയേഴ്സ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് യൂസ് അബ്സ്ട്രാക്ഷൻ ടു സിംപ്ലിഫൈ ഡിസൈൻ. കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ അബ്സ്ട്രാക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ലെവലിലും അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു കോംപ്ലെക്സിറ്റി കുറയും. ഏറ്റവും ലോ ലെവലിലുള്ളത് ട്രാൻസിസ്റ്റേഴ്സാണ്. അപ്പോൾ അതിൽ അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്താൽ അതിൻ്റെ കോംപ്ലെക്സിറ്റി കുറയും. അപ്പോൾ അതിൻ്റെ ഹയർ ലെവലിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പിന്നെ ആ ലെവലിൽ വർക്ക് ചെയ്യുന്നവർ ആ ഒരു ഇതിലും അബ്സ്ട്രാക്ഷൻ എന്നൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഹയർ ലെവലിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ കോംപ്ലെക്സിറ്റി അറിയത്തില്ല. അപ്പോൾ നമ്മൾ അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻസ് ആൻഡ് പ്രോഡക്റ്റിവിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ടിവിറ്റി എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ലോവർ ലെവൽ ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ആയതുകൊണ്ട് നമുക്ക് ഹയർ ലെവൽസിൽ സിംപ്ലർ മോഡൽസ് കിട്ടും. അപ്പോൾ യൂസ് അബ്സ്ട്രാക്ഷൻ ടു സിംപ്ലിഫൈ ഡിസൈൻ. ഒരു ഡിസൈനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. സെക്കൻഡ് പോയിൻറ്റ്, ബോത്ത് കമ്പ്യൂട്ടർ ആർക്കിടെക്ട്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ് ഹാഡ് ടു ഇൻവെൻറ്റ് ടെക്നിക്സ് ടു മേക്ക് ദംസെൽസ് മോർ പ്രൊഡക്റ്റീവ്. എ മേജർ പ്രൊഡക്ടിവിറ്റി ടെക്നിക് ഫോർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ is to use abstractions to represent the design at different levels of representations. Lower level details are hidden to offer a simpler model at higher levels. പിന്നെ ഉള്ള തേർഡ് കേസാണ് മേക്ക് ദ കോമൺ കേസ് ഫാസ്റ്റ്. ഈ ഒരു പോയിൻ്റ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ചില ATMലൊക്കെ നമ്മൾ പോയിട്ട് ക്യാഷ് എടുക്കാനോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ അക്കൗണ്ട് ഏതാ, കറണ്ട് ആണോ, സേവിങ്സ് ആണോ, നമ്മൾ എന്ത് ചെയ്യണം, വിഡ്രോവൽ ആണോ, എത്ര വിഡ്രോവൽ ചെയ്യണം എന്നെല്ലാം നമ്മൾ അതിൽ അടിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ. അല്ലാതെ ചില മെഷീൻസിലാണെങ്കിൽ നമ്മൾ പോയി കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ കുറേ ഓപ്ഷൻസ് വരും. ഡിസ്പ്ലേ, പിന്നെ വിഡ്രോ 200, വിഡ്രോ 500, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മേക്ക് ദി കോമൺ കേസ് ഫാസ്റ്റിൻ്റെ ഒരു
എക്സാമ്പിൾ ലൈക്ക് നമ്മളിപ്പോൾ കുറേ പേരൊക്കെ പോകുന്നത് 500 അല്ലെങ്കിൽ 1000 ചിലപ്പോൾ 100 ഒക്കെ എടുക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ അതിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് വരാം. കോമൺ ആയിട്ടുള്ള കേസാണ് ഇത്. അപ്പോൾ ആ ഒരു കേസ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അതിലുള്ള കൂടുതൽ കൂടുതൽ ഇൻപുട്സ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 സ്റ്റെപ്സിൽ തന്നെ നമുക്ക് പൈസ എടുത്തിട്ട് വരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആ ഒരു കോമൺ കേസ് അങ്ങനെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വിഡ്രോ ഓപ്ഷൻ സെലക്ട് ചെയ്യണം, എത്ര വിഡ്രോ ചെയ്യണമെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം, പിന്നെ പാസ്വേഡ് അടിച്ച് എടുക്കാൻ പറ്റുള്ളൂ. കോമൺ കേസ് കൊടുത്തതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് ഇത്ര വിഡ്രോ ചെയ്യണമെന്ന് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ പിൻ അടിച്ചു കൊടുത്താൽ മതി, നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കോമൺ കേസ് ഫാസ്റ്റ് ആക്കുന്നതിൻ്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ. Making the common case fast will tend to enhance performance better than optimizing the rare case. Rare case നമ്മൾ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ് നമ്മൾ കോമൺ കേസിനെ എൻഹാൻസ് ചെയ്യുന്നത്, കോമൺ കേസിനെ ഫാസ്റ്റ് ആക്കുന്നത്. ബിക്കോസ് ഇത് നമ്മളുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. കോമൺ കേസ് റെയർ കേസിനേക്കാളും സിമ്പിളായിരിക്കും ആൻഡ് അതുകൊണ്ട് നമുക്ക് ഈസിലി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ATM മെഷീനിൽ ഇത് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ കോമൺ കേസ് സിമ്പിളറായിരിക്കും റെയർ കേസിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ കോമൺ കേസ് ഫാസ്റ്റ് ഇസ് ഓൺലി പോസിബിൾ വിത്ത് കെയർഫുൾ എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് മെഷർമെൻറ്റ്. ഇതിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല, ഒരു ഷോർട്ട് കമ്മിങ് ആണ്. കോമൺ കേസ് ഫാസ്റ്റ് ഇത് പോസിബിൾ ആക്കണമെങ്കിൽ നമുക്ക് കെയർഫുൾ എക്സ്പെരിമെൻറ്റേഷനും വേണം, മെഷർമെൻറ്റ്സ് എല്ലാം വേണം, എന്നാലേ നമുക്കിതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് തേർഡ് പോയിൻറ്റ്, മേക്ക് ദി കോമൺ കേസ് ഫാസ്റ്റ്. ഇനി ഫോർത്ത് വൺ ആണ് പെർഫോമൻസ് വിയ പാരലലിസം. ഇതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പാരലലായിട്ട് കുറേ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിലൊക്കെ ഫ്ലോട്ടിംഗ് വിൻഡോ എന്നൊരു ഓപ്ഷൻ ഇല്ലേ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ വാട്സാപ്പ് യൂസ് ചെയ്യാം, അറ്റ് ദ സെയിം ടൈം എനിക്ക് യൂട്യൂബും പോകാം, അല്ലെങ്കിൽ വാട്സാപ്പ് യൂസ് ചെയ്യാം, ഇൻസ്റ്റ യൂസ് ചെയ്യാം, വാട്സാപ്പ്, ടെലഗ്രാം, ഇങ്ങനെ കുറേ പ്രോഗ്രാംസ് എനിക്ക് ഒരു ടൈമിൽ റൺ ചെയ്യാൻ പറ്റും. അതാണ് പെർഫോമൻസ് വിയ പാരലലിസം. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാരലലിസം യൂസ് ചെയ്യും. ലൈക്ക് പാരലലിസം മീനിങ് കൂടുതൽ പ്രോഗ്രാംസിനെ അറ്റ് ദ സെയിം ടൈം, മോർ ദാൻ വൺ പ്രോഗ്രാമിനെ അറ്റ് ദ സെയിം ടൈം റൺ ചെയ്യുന്നതാണ് പാരലലിസം. പാരലലി എല്ലാത്തിനെയും നമ്മൾ റൺ ചെയ്യുന്നു. Computer architects have offered designs that get more performance by performing operations in parallel that reduces the amount of time to run a program. നെക്സ്റ്റ് വൺ ആണ് പെർഫോമൻസ് വിയ പൈപ്പ്ലൈനിങ്. ഈ പൈപ്പ്ലൈനിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മോഡ്യൂളിൽ വരുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ പഠിക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇതും പറയുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ഫയർ എൻജിൻസ് ഒക്കെ വരുന്നതിന് മുന്നേ എവിടെയെങ്കിലും ഫയർ വന്നാൽ ഹ്യൂമൻസ് അല്ലേ വെള്ളമൊക്കെ എടുത്ത് ഫയറൊക്കെ ഇത് ചെയ്യുന്നത്. ഒരാൾ ഫ്രം ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ് ടു ദ വാട്ടർ സോഴ്സ് അതുവരെ പോയിട്ട് വന്ന് വെള്ളം കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻസ് എല്ലാം ചേർന്ന് നിന്ന് ചെയിൻ പോലെ ആ വെള്ളം കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടെ സ്പീഡായിട്ടുള്ളത്, അതായിരിക്കും ബെറ്റർ. അതേപോലെയാണ് പെർഫോമൻസ് വിയ പൈപ്പ് ലൈനിങ്ങും. ഇതിൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിനെ ഓവർലാപ്പ് ചെയ്ത് കൊടുക്കും, ലൈക്ക് പൈപ്പ് ലൈനിങ്. ഇതിൻ്റെ ലോഗോ നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. Pipelining is an implementation technique in which multiple instructions are overlapped in execution. Pipelining improves performance by increasing instruction throughput. നെക്സ്റ്റ് വൺ ആണ് പെർഫോമൻസ് വിയ പ്രഡിക്ഷൻ. നമ്മൾ ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് പ്രഡിക്റ്റ് ചെയ്ത് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ റെഡിയാക്കാൻ പോകുന്ന വെച്ചോ, അപ്പോൾ ആ ആപ്ലിക്കേഷൻ എവിടെ പോയി നിൽക്കും, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും, ഇതൊന്നും അറിയാതെ നമ്മൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കത് ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടത്തില്ല ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളൊരു സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളതിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഫ്യൂച്ചറിൽ ഇത് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വേണം, ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ആദ്യം തന്നെ ഒരു പ്രഡിക്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷനാണ് എ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ ഓർ മൈറ്റ് ഹാപ്പൻ ഇൻ ദി ഫ്യൂച്ചർ. ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ട് വർക്കിംഗ് ബേസ്ഡ് ഓൺ പ്രഡിക്ഷൻ ഓർ ആവറേജ് ഗെസ് ടു മേക്ക് ദി പെർഫോമൻസ് ഫാസ്റ്റർ റാദർ ദാൻ വർക്കിംഗ് അൺടിൽ യു നോ ഫോർ ഷുവർ. പിന്നെ നെക്സ്റ്റ് ഉള്ളതാണ് ഡിപ്പെൻഡബിലിറ്റി വിയ റിഡൻഡൻസി. കമ്പ്യൂട്ടേഴ്സിന് ഫാസ്റ്റ് ആയിട്ട് മാത്രം ഒരു കാര്യമില്ല,
ഇപ്പോൾ എന്തെങ്കിലും കമ്പ്യൂട്ടർ അടിച്ചു പോയാലോ അതിലുള്ള ഡേറ്റാസ് എല്ലാം പോകത്തില്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബാക്കപ്പ് വേണം. അതിനാണ് നമ്മൾ റിഡൻഡൻസി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ട്രക്കൊക്കെ എടുത്താൽ അതിൽ എക്സ്ട്രാ ടയേഴ്സൊക്കെ കാണും. അപ്പോൾ ഒരു ടയർ പഞ്ചറായാൽ നമുക്ക് വേറെ ടയേഴ്സ് വെച്ച് വണ്ടി ഓട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. നമ്മൾ ബാക്കപ്പ് ഒന്നുമില്ലാതെ അതിൻ്റെ കോപ്പി ഒന്നുമില്ലാതെ ചെയ്യുമ്പോൾ ആ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളുടെ കംപ്ലീറ്റ് ഡേറ്റ പോകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബാക്കപ്പ് ഒരു കോപ്പീസ് ഉണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമുക്ക് ഒരു ഇഷ്യൂ വരത്തില്ല. നമ്മളുടെ അടുത്തുള്ള ബാക്കപ്പ് ഒരു കോപ്പി വെച്ചിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. Computers not only need to be fast, they need to be dependable by including redundant components that can take over when a failure occurs and to help detect failures. ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു ഐക്കണാണ് ട്രാക്ടർ ട്രെയിലർ. The dual tires on each side of its rear axis allows the truck to continue driving even when one tire fails. ഇതാണ് 7th one, dependability via redundancy. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ഹൈറാർക്കി ഓഫ് മെമ്മറീസ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. ഇതാണ് മെമ്മറിയുടെ ഹൈറാർക്കി. ഇതിൽ മേളിലുള്ളത് ഫാസ്റ്റായിരിക്കും. മേലിലുള്ള മെമ്മറി ഫാസ്റ്റ് ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം അത് സ്മോൾ ആയിരിക്കും, നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ താഴെയുള്ളത് അത്രയ്ക്ക് ഫാസ്റ്റ് ആയിരിക്കത്തില്ല, ലാർജ് ആയിരിക്കും ആൻഡ് ലോ കോസ്റ്റ് ആയിരിക്കും. ഇതാണ് മെമ്മറി ഹൈറാർക്കി. ഇതിൻ്റെ ഡെഫിനേഷനും കൂടി വായിച്ചു വിടാൻ നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇതിൻ്റെ ഐക്കൺസ് എല്ലാം കാണിക്കാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എക്സാമിന് അതും കൂടി യൂസ് ചെയ്യാം. Memory speed and size often plays a vital role in increasing the performance of the system. But due to the high cost of memory, the size of problem that can be solved is limited. To address this demand, hierarchy of memory has to be used. പിന്നെ ഈ ഹൈറാർക്കി, ഇതാണ് മെമ്മറി ഹൈറാർക്കിയുടെ ഒരു ഡയഗ്രാം. ഇതിൽ മേളിലുള്ളത് ഫാസ്റ്റ്, സ്മോളർ, എക്സ്പെൻസീവ് ആയിരിക്കും, അത് ക്യാഷ് മെമ്മറി ആയിരിക്കും. പിന്നെ താഴെയുള്ളത് സെക്കൻഡറി മെമ്മറീസ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഐക്കൺ. ബാക്കിയുള്ളതിൻ്റെ ഐക്കൺ കൂടി കാണിച്ചു തരാം. ഇതാണ് മൂസ്ലോയുടെ ഐക്കൺ. ഇത് സെക്കൻഡ് പോയിൻറ്റ്, യൂസ് അബ്സ്ട്രാക്ഷൻ ടു സിംപ്ലിഫൈ ഡിസൈൻ. അതിൻ്റെ ഐക്കണാണ് ഇത്. ആൻഡ് ഇത് ഒരു പെയിൻറ്റിങ് പോലെ ഉള്ളതാണ്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വരച്ചാൽ മതി. പിന്നെ മേക്ക് കോമൺ കേസ് ഫാസ്റ്റ് ഇല്ലേ, അതിൻ്റെ ഐക്കൺ ഇതാണ്, കാറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് പെർഫോമൻസ് വിയ പാരലലിസം. അതിന് ഒരു എയറോപ്ലെയിനാണ് അതിൻ്റെ ലോഗോ അതിൻ്റെ ഐക്കൺ. പിന്നെ പെർഫോമൻസ് വിയ പൈപ്പ് ലൈൻ, അതിൻ്റെ ഐക്കണാണ് ഈ PVC പൈപ്പല്ലേ അത് ജോയിൻ ചെയ്ത് വെച്ചതുപോലെ കാണും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് പെർഫോമൻസ് വിയ പ്രഡിക്ഷൻ. അത് ഈ ഒക്ടോബസ് പോലെയാണ്, എനിക്ക് കാണുമ്പോൾ അത് ഒക്ടോബസ് പോലെയാണ് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ അതിലെന്തോ 3 ഉള്ളതുപോലെ തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതാണ് അതിൻ്റെ ഒരു ഐക്കൺ. ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരച്ച് പഠിക്കാം. പിന്നെ ഉള്ളത് ഡിപ്പെൻഡബിലിറ്റി വിയ റിഡൻഡൻസി. ഇത് ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ ഒരു ട്രക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഐക്കൺ. പിന്നെ ഉള്ളത് ഹൈറാർക്കി ഓഫ് മെമ്മറീസ്, അതിൻ്റെ ഐക്കൺ ഇതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത ടോപ്പിക്സ് കാണാം. താങ്ക്